അപ്പോഴുണ്ടല്ലോ നമുക്ക് എന്തൊരു കായ്കൃത ഉണ്ടാക്കിയാലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് തന്നെ ഈ കായ്കൃത എന്നല്ലേ. എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ പേരിങ്ങനെയാണെന്ന്. ഞാൻ വീട്ടിൽ ട്രൈ ചെയ്യുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഏത്തപ്പഴമൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ ചെയ്ത് നോക്കുന്നത്. കുട്ടികൾക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഞാൻ വെയിറ്റൊക്കെ കുറഞ്ഞിരുന്ന ടൈമിലൊക്കെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എറണാകുളം ജില്ലയിൽ ഇതെന്താണ് ഇതിന് പേര് പറയണതെന്ന് എനിക്കറിയത്തില്ല. കൂടുതലും ഇത് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ആ ഒരു ഏരിയയിലാണ് കൂടുതൽ ഇത് ഫേമസ് ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെന്താണ് നമ്മളുടെ നാട്ടിൽ എന്താ ഇതിന് പറയണതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ അതേ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് തന്നെ ചേർത്താലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതേ ഞാൻ 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. 4 ഏത്തപ്പഴം ഒരു ഏത്തപ്പഴം 4ആയിട്ട് നമ്മൾ കട്ട് ചെയ്യും. ക്യൂബ്സ് ആയിട്ടാണ് അത് കട്ട് ചെയ്തെടുത്തേക്കണേ. എന്നിട്ട് നമുക്കിതേ ആ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നെയ്യിൽ നന്നായിട്ട് വഴന്ന് വരണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തേച്ചാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു ബൗളിൽ ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് മധുരം ചേർക്കാം. മധുരം ഓവറായിട്ട് ചേർക്കണ്ട, കാരണം പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടല്ലോ. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ആ ഒരു മുട്ടയും പഞ്ചസാരയും കൂടെയും മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മറ്റൊരു പാനും കൂടെ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അതിലേക്ക് 1 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ പിള്ളേർ കഴിക്കുമെന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ നെയ്യ് ചേർക്കുമ്പോൾ. പക്ഷേ നല്ല ടേസ്റ്റാണ്, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ആ ഒരു മുട്ടയുടെ മിക്സും കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചിക്കിയെടുക്കാം. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഒന്ന് ചിക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അവിടെ വച്ചേക്കാം. ഇനി നമുക്ക് ഏത്തപ്പഴം നന്നായിട്ട് റോസ്റ്റ് ആയതിന് ശേഷമാണ് നമ്മൾ ഇത് ചേർക്കേണ്ടത്. പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർക്കാം. മുട്ടയിലേക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഏത്തപ്പഴത്തിലേക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇപ്പോൾ ഏത്തപ്പഴത്തിലേക്കാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 സ്പൂണോളം ചേർക്കണുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ആണ് ഞാൻ ചേർക്കണത്. ചില ആൾക്കാർ തേങ്ങ ചേർക്കാറില്ല കേട്ടോ. ഈ ഒരു ഏത്തപ്പഴവും മുട്ടയും മാത്രമാണ് ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ എനിക്ക് തേങ്ങയുടെ ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങ ചേർക്കാറുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇപ്പം ഞാൻ ഈ ചേർത്തേക്കണ തേങ്ങ തന്നെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയും ഏത്തപ്പഴത്തിന് കുറച്ചും കൂടെ നമുക്ക് തേങ്ങ ചേർക്കാം. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു തേങ്ങയും കൂടെ ആ ഒരു നെയ്യിൽ കിടന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇനി നമ്മൾ ആ ചിക്കി വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ, മുട്ടയുടെ മിക്സ്, അതും കൂടെ നമ്മുടെ പഴത്തിലേക്ക് ചേർത്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ ലോ ഫ്ലെയിമിലായിരിക്കണം, കാരണം പഴം പെട്ടെന്ന് അടി പിടിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലെയുള്ള റെസിപ്പികൾ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.